Welcome to Doctrinal Learning, being taught and learned. After a long break, I'm here. Good morning. ഇന്ന് നമ്മൾ അണ്ടർ അനദർ സ്കൈ എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ സമ്മറി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് എഴുതിയതാരാണ്? ആർ പാർത്ഥസാരഥി. ഓക്കെ, എ റിവർ വൺസ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയും കൂടിയുണ്ട്. നമുക്ക് ആദ്യം അണ്ടർ അനദർ സ്കൈയുടെ ക്രിട്ടിക്കൽ സമ്മറി നോക്കാം. അണ്ടർ അനദർ സ്കൈ എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ ആർ പാർത്ഥസാരഥി അദ്ദേഹത്തിൻ്റെ ഭാഷയോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളോടും രാജ്യത്തോടുള്ള അമർഷം പ്രകടിപ്പിക്കുകയാണ്. ഓക്കെ, ഏതിലൊക്കെ? ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാംഗ്വേജിലും ഈ ഒരു നാടിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ കവി സ്വയം പ്രവാസത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എക്സൈൽ ചെയ്തിട്ടുണ്ട്, സ്വന്തം നാട്ടിൽ നിന്നും വേറൊരു വിദേശ രാജ്യത്തേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ സ്വയം പ്രവാസത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ മടങ്ങുന്നതോടെയാണ് ഈ ഒരു പോയം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിറ്റ് വിദേശ രാജ്യത്താണ്. ഓക്കെ, അവിടെ നിന്നും അദ്ദേഹം മടങ്ങുകയാണ്, സ്വയം മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുന്നതോടുകൂടിയാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം കാണുന്നത് ആ ഒരു കടലിൻ്റെ അരികിലുള്ള സെൻറ്റ് ജോർജ് ആൻഡ് സാന്തോം, ചെന്നൈയിലുള്ള ആ ഒരു സെൻറ്റ് ജോർജും സാന്തോം ഒക്കെ കാണുമ്പോൾ വളരെ പഴകിയതും വളരെ ക്ഷീണിതമായിട്ടും അദ്ദേഹത്തിന് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് കവിയുടെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയുടെ തളർച്ചയുടെ പ്രതിഫലനമാണ് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കടൽ, the sea and the land between Fort St. George and Santhom, ആ സെൻറ്റ് ജോർജിൻ്റെയും സാന്തത്തിൻ്റെ ഇടയിലുള്ള ആ ഭൂമി, കടൽ, ഈ വക സാധനങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് പണ്ട് കാലത്തെ ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയറ്റ് ഒരു വിവിഡ് പിക്ചർ, ക്ലിയർ പിക്ചറാണ് ചെന്നൈയിലെ മുൻകാലത്ത്, ചെന്നൈയുടെ പാസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു കൊമേഴ്ഷ്യൽ ഗ്ലോറി. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പിക്ചർ നമുക്ക് കവി ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവിതയുടെ ഉടനീളം ഒരു കാലത്ത് ചെന്നൈ എന്ന് പറയുന്നത് വാണിജ്യത്തിൽ ഭയങ്കര സംഭവമായ ഒരു ടൈം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലിയർ കട്ട് പിക്ചർ നമുക്കിവിടെ തരുന്നുണ്ട്. ഓക്കെ, ദെൻ ബ്രിട്ടീഷുകാരുടെ വരവിൻ്റെ വളരെ കാലം മുമ്പ് തന്നെ ചെന്നൈയിൽ ഹാർബറുണ്ട്, തുറമുഖമുണ്ട്. അവിടെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ കപ്പലുകൾ നങ്കൂരമിടുന്നത് പോലും ഇവിടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് വ്യാവസായികമായിട്ട് ബന്ധങ്ങളുണ്ട്. ഈ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ചെയ്യുന്ന ഒരു ബിഗ് സിറ്റി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അത്രയ്ക്കും തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണ്. എന്നാൽ ഇന്ന് അതല്ല. ഇന്നിപ്പോൾ ഈ ഒരു കടൽ തീരം ഒരു കാഴ്ചയ്ക്കുള്ളത് മാത്രമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഇംഗ്ലീഷുകാരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതെ തന്നെ നമ്മൾക്ക് അത്രയും ഫലപുഷ്ടിയായിട്ടുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു എന്നതാണ്. ഇവിടെ സണ്ണിൻ്റെയും അതുപോലെ കൾച്ചർ ഇതൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സൺ ഈസ് അനദർ. തീർച്ചയായും അതെന്താണ്? ബ്രിട്ടീഷ്, അവരെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ സൺ ഹാസ് ഡൺ ഇറ്റ്സ് വേൺസ്. ഓക്കെ, അതുപോലെ ഈ ഒരു റെഫറൻസ് ബ്രിട്ടീഷ് റൂളും അതുപോലെ അതിലൂടെ ഉണ്ടായ മാറ്റങ്ങളുമാണ്. ഓക്കെ, അവരുടെ ചിരിയും അവരുടെ ഈ ആകർഷിക്കുന്ന തരത്തിലുള്ള പോസസ് ഒക്കെ ജനങ്ങളിൽ വല്ലാതെ അങ്ങ് ഇടം പിടിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചർ, ഇപ്പോൾ ടെമ്പിൾ വിസിറ്റിംഗ് കൾച്ചർ, ഇപ്പോൾ ടെമ്പിളിലെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അതിനെ വിസിറ്റ് ചെയ്യുക എന്നൊക്കെ, അത് റീപ്ലേസ് ചെയ്യപ്പെടും.
ബൈ ദ ആർട്ടിഫിഷ്യൽ മേക്ക് ബിലീവ് സിനിമ വിസിറ്റിംഗ് കൾച്ചർ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമുക്കറിയാം അല്ലേ, സിനിമയാണ് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സിനിമയിലൂടെയാണ് നമ്മൾ പലതരം കൾച്ചേഴ്സും കാണുന്നത്. നമുക്ക് ചുറ്റും ആ കൾച്ചറുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സംശയം ഇല്ല അല്ലേ, നമുക്ക് ചുറ്റുള്ള മെറ്റീരിയലും പ്ലാനിലും ഒരുപാട് ഗ്രേറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് ബ്രിഡ്ജസ് വർ കൺസ്ട്രക്റ്റഡ്. ഓക്കെ, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ എ നമ്പർ ഓഫ് ബ്രിഡ്ജസ് വർ കൺസ്ട്രക്റ്റഡ്. ഇതിന് പലതരം അർത്ഥങ്ങളുമുണ്ട്. ഓക്കെ, നമ്മുടെ നാടുകളിലെ നദികൾക്ക് വളരെ ശക്തിയുണ്ട്. എന്തിൻ്റെ? ജീവൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ തുടുപ്പ് എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് ആ നദികളെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ആ നദികളിൽ പോലും ബ്രിട്ടീഷ് ഭരണം ഉണ്ട്. എങ്ങനെ? ബ്രിഡ്ജസിൻ്റെ രൂപത്തിൽ അല്ലേ. അവരുടെ ബ്രിട്ടീഷ് റൂൾ ഉള്ള സമയത്താണ് നമ്മുടെ നദികളിലൊക്കെ ബ്രിഡ്ജസ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ അവിടെയും ആരുണ്ട്? ബ്രിട്ടീഷ് റൂൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഈ തമിഴരൊക്കെ അവർ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ഓക്കെ, അത് വെച്ചാണ് ടൈം അളന്നിരുന്നത്. പക്ഷേ പിന്നീട് അത് മോഡേൺ ആയിട്ട് മാറി. എങ്ങനെ? ക്ലോക്ക് അല്ലേ, മോഡേൺ ക്ലോക്ക് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ കവി പോർട്രേ ചെയ്യുന്നത് എന്താണ്? ഈ ടെക്നോളജിക്കൽ സിവിലൈസേഷൻ, മെക്കാനൈസേഷൻ ഓഫ് ലൈഫ്. ഒരു ജീവിതത്തിൻ്റെ അല്ലേ ടെക്നോളജിക്കൽ സിവിലൈസേഷണൽ മെക്കാനൈസേഷൻ, ഇത്തരം ഉള്ള സാധനങ്ങൾ ചേഞ്ചസ് അല്ലേ, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിൽ. എന്തിന് ശേഷം? ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ലയനൈസേഷൻ എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ലയനൈസേഷൻ അവരുടെ ഒരുതരം മൃഗീയമായി എന്നും പറയാം, അല്ലെങ്കിൽ ഒരു സിംഹവൽക്കരണം എന്നും പറയാം അല്ലേ. എന്ന് വെച്ചാൽ ഒരു രാജഭരണം സ്വയം അവരിങ്ങോട്ട് വന്ന് എല്ലാത്തിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മോഡേൺ ഇന്ത്യൻ കൾച്ചറിനെ പല്ലില്ലാത്ത ഒരു പഴയ മൃഗവുമായിട്ട് താരതമ്യം ചെയ്യാണ് പോയറ്റ്. ഓക്കെ, വെസ്റ്റേൺ കൾച്ചറിൻ്റെ സ്വാധീനത്തിൽ ഈ ഒരു മോഡേൺ ഇന്ത്യൻ കൾച്ചറിൻ്റെ ശക്തിയും സ്വാഭാവികതയും അതിൻ്റെ കാഠിന്യവും എല്ലാ മോടിയും നഷ്ടപ്പെട്ടു. 1639 നമുക്കൊക്കെ അറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംഭവ വികാസങ്ങളൊക്കെ അല്ലേ. ആ ഒരു സമയത്ത് ഫ്രാൻസിസ് ദിനം ഓക്കെ ചന്ദ്രഗിരി രാജ്യയിൽ നിന്ന് കോർമാൻഡൽ തീരത്ത് ഒരു സ്ട്രിപ്പ് ഭൂമി ഗ്രാൻഡ് നേടുകയാണ്. ഓക്കെ, അവിടെ ഒരു സെൻറ്റ് ജോർജ് കോട്ട പണിതു. അങ്ങനെ ആ ഒരു കോട്ട വെള്ളക്കാരുടെ പട്ടണമായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ മുമ്പ് എന്തായിരുന്നു അവിടെ അല്ലേ നമ്മുടെ കൾച്ചറിലുള്ള സംഭവം പിന്നീട് ഇവരുടേതായി മാറുകയാണ്. അങ്ങനെ അവിടെ ഒരു ഫ്രാൻസിസ് ഡേ ഒക്കെ ആഘോഷമൊക്കെ തുടങ്ങി എന്ന് പറയുന്നു. നമ്മുടെ പോയറ്റ് അദ്ദേഹത്തിൻ്റെ മഹത്തായ സംസ്കാരം, സ്വന്തം നാടിൻ്റെ മഹത്തായ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ച് കവിത എഴുതണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. ഓക്കെ, ആ കവിയുടെ പ്രതീക്ഷ തകർന്നിരിക്കുന്നു. ഓക്കെ, ചെന്നൈയിലെ യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരം അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അതിൻ്റെ സ്വത്വം, അതിൻ്റെ ഐഡൻറ്റിറ്റി പാടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, യഥാർത്ഥ ഇന്ത്യയെയും യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരത്തെയും തേടി കവി കൽക്കട്ടയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്വന്തം നേച്ചർ, സ്വന്തം നേറ്റിവിറ്റി, സ്വത്വത്തെക്കുറിച്ച് കവിത എഴുതണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് വരുന്നത്. പക്ഷേ എവിടെയും തന്നെ എന്തില്ല, സ്വന്തം എന്ന് പറയുന്ന ഒന്നുമില്ല. അങ്ങനെ കൽക്കട്ടയിലേക്ക് ആ ഒരു ഇന്ത്യൻ സംസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് കൽക്കട്ടയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ പോയറ്റ് ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോവാണ്. ഓക്കെ, ആ ഒരു സ്വത്വം തേടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ചെന്നൈയിലെ പോലെ തന്നെ കൊൽക്കത്തയിലും വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ സ്വാധീനമാണ് അദ്ദേഹം കാണുന്നത്. അവിടെ മനുഷ്യ സ്വഭാവം എല്ലായിടത്തും ഒരുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ക്ലബ്ബുകൾ, ബാസ്, ഗോൾഫ് ലിങ്ക്സ്, വോക്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആളുകൾക്ക് അവരുടെ ഡേ സ്പെൻഡ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടവിടെ. ഓക്കെ, ഈ ക്ലബ്ബ് പോലുള്ള പബ്ബ് പോലുള്ള സംഭവങ്ങളൊക്കെ അതിൽ ഗ്രേറ്റ് ഐറണി ആയിട്ട് പറയുന്നത് വോക്സ് ആണ്. അവിടെ ചെല്ലുന്നവർ അവിടെ
ഇമ്പാക്റ്റ് ഓഫ് ദ വെസ്റ്റ് ഓൺ ഇന്ത്യ. ഇന്ത്യയിൽ വെസ്റ്റേണേഴ്സ് കൊണ്ടുവന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ വെസ്റ്റേണേഴ്സിനേക്കാളും മോശക്കാരാണ് അവർ എന്നൊരു ഫീല് നമ്മുടെ പോയറ്റിന് വരികയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കൽക്കട്ടയിൽ ഒരുപാട് വ്യത്യസ്ത പോട്ടേഴ്സും റിക്ഷാ പുല്ലേഴ്സും ബാബേഴ്സ് ബഗേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ കാണുമ്പം ആക്ച്വലി ഒരു വിഷമം ഫീൽ ചെയ്യുന്നു കവിക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പോയറ്റ് പറയാണ്, നമ്മളെ ഭരിച്ചിരുന്ന 25 അന്യഗ്രഹ ജീവികൾ നമ്മുടെ സമ്പത്ത് മൊത്തം കൊള്ളയടിച്ചു പോവുകയും നമ്മളെയൊക്കെ ദരിദ്രരാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. ഓക്കെ, ഇത് മനുഷ്യനോടുള്ള മനുഷ്യൻ്റെ മനുഷ്യരഹിതത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സമ്പന്നർ ദരിദ്രരെ ചൂഷണം ചെയ്യുന്നു. ഓക്കെ, യഥാർത്ഥ വെസ്റ്റേണേഴ്സിൽ നിന്നും ഈ ഭരണം ഏറ്റെടുത്ത ഇന്ത്യയിലെ ധനികർ എപ്പോഴും ധനികരായിട്ടും ദരിദ്രർ എപ്പോഴും ദരിദ്രരായിട്ടുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കൽക്കട്ടയിലെ ചാരനിറത്തിലുള്ള ആകാശം നമ്മുടെ പോയറ്റിൻ്റെ കണ്ണുകളിൽ കാണുമ്പോൾ അതിങ്ങനെ അടിച്ചമർത്തപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വ്യവസായ മലിനീകരണത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അതിൽ നിന്നും കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ ആ ഒരു ചാരനിറം മലിനീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൗറ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഹൗറ പാലം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആ ഒരു ഓർമ്മ കവിയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇതിപ്പോൾ വെള്ളത്തിൽ ഇളം വജ്രം പോലെ കാണപ്പെടുകയാണ്. കവിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദുഃഖമാണ് തോന്നുന്നത്. ഓക്കെ, കവിതകൾ എഴുതാനുള്ള മാനസിക അവസ്ഥ ഇല്ലാത്ത ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ കവിയുള്ളത്. ദെൻ നമ്മുടെ പോയറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വാക്കുകളുടെ കനം അല്ലേ, മനസ്സിലെ ആ ഒരു വെയിറ്റുള്ള അല്ലെങ്കിൽ കനം കൂടിയ എന്താ പറയുക വീർപ്പ് മുട്ടൂല്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ജാദാപൂരിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ കണ്ടെത്തുന്നത്. അങ്ങനെ അവളെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഹി തിങ്സ് ദാറ്റ് ഷീ വിൽ ബി എ പെർസോണിഫിക്കേഷൻ ഓഫ് ഐഡിയൽ ഇന്ത്യൻ വിമൻഹുഡ് ഇല്ലേ, ഒരു എന്താ പറയുക ഒരു സ്ത്രീത്വം ഇന്ത്യത്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ തോന്നുന്ന ഒരു സ്ത്രീയാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഷീ റെപ്രസെൻറ്റ് ദ ഡിജനറേറ്റ് ഇന്ത്യൻ കൾച്ചർ വിച്ച് ഹാസ് yielded ടു ചീപ്പ് മെറ്റീരിയലിസം. അവൾ എങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു? അതം പതിച്ച ഇന്ത്യൻ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പെണ്ണാണ് അവൾ അല്ലേ. മറിച്ച് എന്തല്ല, ഇന്ത്യൻ സ്ത്രീത്വത്തെ വ്യക്തിത്വമാക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറല്ല, മറിച്ച് അതം പതിച്ച ഒരു സ്ത്രീ പോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയറ്റ് പ്രതീക്ഷിച്ച വിശ്വസ്തമായ കന്യകയല്ല അവൾ, മറിച്ച് ജീവിതത്തോടും സെക്സിനോടൊക്കെയുള്ള അവളുടെ മനോഭാവം വേറെ ലെവലാണ്. ഓക്കെ, ദെൻ ഇതൊക്കെ വിവരണത്തിനപ്പുറം നമ്മുടെ പോയറ്റ് ഞെട്ടിപ്പോവുകയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഇരുണ്ട ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വികാരങ്ങൾ സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു തലത്തിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ പോയറ്റിനെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അദ്ദേഹത്തിനൊരു ഏകാന്തത അനുഭവപ്പെടുകയാണ്. സോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെയധികം നിരാശനാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഹൃദയത്തിന് എല്ലാം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം അദ്ദേഹം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ജീവിതം മനസ്സിലാക്കാൻ ഒരാൾക്ക് എല്ലാത്തര അനുഭവങ്ങളും എല്ലാത്തര വികാരങ്ങളും എല്ലാത്തര അസ്വസ്ഥതകളും അതിലൊക്കെ നമ്മൾ ഫീൽ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ കരുത്തുള്ളവരാവുകയുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം സ്വയം കരുതുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ പോയറ്റിന് സ്വയം തോന്നുകയാണ് ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തിയപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തനിക്ക് ജ്ഞാനം കിട്ടിയിട്ടില്ല. ഒരുപാട് കാലം എക്സൈലായി ജീവിച്ചെങ്കിലും ഇവിടെ വന്നപ്പോൾ തനിക്ക് തോന്നുന്നത് തനിക്ക് ജ്ഞാനം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കൊൽക്കട്ടയുടെ ഈ തീരത്തുള്ള ഈ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ജ്ഞാനം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ കൽക്കട്ടയിലെ ഈ ഹൂഗ്ലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു സിറ്റി ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തത് ജോബ് ചാർനോക്കാണ്.
ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പോയിന്റിനെ ഒരുപാട് തരത്തിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ഈ ജ്ഞാനം അദ്ദേഹത്തെ മറ്റൊരു നഗരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മനസ്സിനെ ഒരു കുപ്പായവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു കുഴി മരിച്ചവരുടെ ചാരം വഹിക്കുന്നത് പോലെ തൻ്റെ മനസ്സിനെ, കവിയുടെ മനസ്സിനെ താൻ കണ്ടതും അനുഭവിച്ചതുമായ ഓർമ്മകൾ വഹിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ കണ്ടതും അനുഭവിച്ചതുമായ ഓർമ്മകൾ വഹിക്കുമെന്ന് പറയുകയാണ്. ദെൻ നമ്മുടെ പോയറ്റ് 30-ാം വയസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം 30-ാം വയസ്സിലെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണ വൃത്തത്തിലാണ് എന്ന് നമ്മുടെ പോയറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓക്കെ, കവിത എഴുതി തൻ്റെ ജീവിതത്തിൻ്റെ മറ്റേ പകുതി നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പ്യൂരിറ്റി ആയതൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒപ്പം ജ്ഞാനവും ഗുണവും കാണിക്കുകയും വേണം. ഓക്കെ, ഇപ്പോൾ തനിച്ചാണ്, വാക്കുകളെ മാത്രമാണ് നമ്മുടെ പോയറ്റ് സ്നേഹിക്കുന്നത്. ഒടുവിൽ അയാൾ കണ്ടെത്തുന്നു എന്താണ്, അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിൽ നങ്കൂരം വിടണം. അപ്പോൾ ഒരു ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ജ്ഞാനങ്ങൾ ഇങ്ങനെ വരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ പങ്കിടാൻ അദ്ദേഹം ആരെയും കണ്ടെത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മാത്രമാണ് കൂട്ടാളിയായി വെച്ചിരിക്കുന്നത്. ഓക്കെ, വളർന്നു വരുന്ന ഈ പ്രക്രിയയെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇത് കവിതയുടെ ഒരു കേണലായി മാറുന്നു. ഓക്കെ, ഒരു മനുഷ്യനാകാനുള്ള പ്രക്രിയയിൽ കുട്ടിക്കാലത്തെ നിരപരാധിത്വം, ഓക്കെ, യുവത്വത്തിൻ്റെ തെളിച്ചം എന്നിവ നഷ്ടപ്പെട്ടുവെന്ന് കവി സ്വയം കരുതുകയാണ്. പക്ഷേ അറിവും വിവേകവും നേടി. ഇതൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും എന്ത് നേടി? അറിവും വിവേകവും നേടി. നിഷ്കളങ്കതയും തെളിച്ചവും ഇല്ലാതാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വിശാലമായി. ഓക്കെ, അദ്ദേഹം പുതുതായി കണ്ടെത്തിയ ജ്ഞാനം കവിത എഴുതാൻ പോവുകയാണ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഇൻ ദ അണ്ടർ അനദർ സ്കൈ എന്ന് പറയുന്ന ഈ ഒരു കവിതയുടെ പശ്ചാത്തലം എന്നും പറയാം. ഈ കവിതയിലുടനീളം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഒരു കൺഫെസിങ്ങും കൂടിയാണ്. ഓക്കെ, അപ്പോൾ വളരെ ഷോർട്ടാണ്. നമ്മൾ ഈ ഒരു കവിത വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സത്യത്തിലില്ല. പക്ഷേ അതിലെ ചില ടേംസ് അല്ലെങ്കിൽ ഈ ഒരു കവിത ഇങ്ങനെ എഴുതാനുണ്ടായ കാരണം കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.